സാത്താൻ വീണ്ടും ദൈവത്തിൻ്റെ മുൻപിൽ വന്നു. ദൈവം പറഞ്ഞു, ഇയ്യോബ് ഇപ്പോഴും വിശ്വാസത്തിലാണ്. സാത്താൻ മറുപടി പറഞ്ഞു, മനുഷ്യൻ തൻ്റെ ശരീരത്തിനു വേണ്ടി എല്ലാം വഴങ്ങും. അവൻ്റെ ആരോഗ്യത്തെ ബാധിച്ചാൽ അവൻ നിന്നെ ശപിക്കും. ദൈവം പറഞ്ഞു, ശരി, പക്ഷേ അവൻ്റെ ജീവൻ എടുക്കരുത്. സാത്താൻ ഇയ്യോബിനെ ഭയങ്കരമായ പുണ്ണുകളാൽ മൂടി. തല മുതൽ കാലിന് വരെ വേദന. ഇയ്യോബ് ഓട് കഷ്ണത്താൽ ശരീരം ചുരണ്ടി ചാരക്കൂമ്പാരത്തിലിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും ദൈവത്തെ ശപിച്ച് മരിച്ചാൽ മതി. ഇയ്യോബ് മറുപടി നൽകിയത്, നല്ലത് നൽകിയ ദൈവത്തിൽ നിന്നും ദോഷമുണ്ടായാൽ സ്വീകരിക്കാൻ പാടില്ലേ എന്നായിരുന്നു. ഇയ്യോബിൻ്റെ വേദന കേട്ട് അവൻ്റെ 3 സുഹൃത്തുക്കൾ വന്നു. അവർ ഇയ്യോബിനെ കണ്ടപ്പോൾ കരഞ്ഞ് 7 ദിവസം ഒന്നും പറയാതെ അവൻ്റെ കൂടെ ഇരുന്നു. ശേഷം അവർ സംസാരിച്ചു. പക്ഷേ അവരുടെ വാക്കുകൾ ഇയ്യോബിനെ ആശ്വസിപ്പിച്ചില്ല. അവർ പറഞ്ഞു, ഇത് പാപത്തിൻ്റെ ശിക്ഷയാണ്. ദൈവം നീതിമാനെ ഇങ്ങനെ ശിക്ഷിക്കില്ല. പക്ഷേ ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ മനസാക്ഷി സാക്ഷിയാണ്, ഞാൻ അന്യായം ചെയ്തിട്ടില്ല. അവസാനം ദൈവം ഇയ്യോബിൻ്റെ വിശ്വാസം കണ്ട് അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് മുൻപത്തേക്കാൾ ഇരട്ടിയായി. അവന് വീണ്ടും മക്കൾ ലഭിച്ചു. 7 പുത്രന്മാരും 3 പുത്രിമാരും. ഇയ്യോബ് 140 വർഷം കൂടി ജീവിച്ചു. ഇയ്യോബിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, പരീക്ഷണങ്ങൾ വിശ്വാസത്തെ നശിപ്പിക്കാനല്ല, ശക്തമാക്കാൻ വേണ്ടിയാണ്. ദൈവം വിശ്വാസികളെ മറക്കുന്നില്ല. ക്ഷമയും വിശ്വാസവും അവസാനം അനുഗ്രഹത്തിലേക്കാണ് എത്തിക്കുന്നത്.